ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ പല ശുശ്രൂഷകളും ചെയ്യുന്നവരാണ്. ഇപ്പോൾ നമുക്കൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. ഞാൻ ഒരുപാട് ശുശ്രൂഷ ചെയ്യുന്നു, ഞാൻ സുവിശേഷ പ്രഘോഷകനാണ്, കൗൺസിലിംഗ് ചെയ്യുന്ന വ്യക്തിയാണ്. ഇങ്ങനെയൊക്കെ മറ്റുള്ളവർ നമ്മളെ അഭിമാനത്തോടെ നോക്കുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ ഒത്തിരി ആദരിക്കുമ്പോഴും ബഹുമാനിക്കുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഒരു സംഭവമാണ് അഹങ്കാരം. ഞാൻ വലിയ ആളാണ്, എന്നെക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ. എന്നാൽ പലപ്പോഴും നമ്മുടെ മുമ്പിൽ ചില ആളുകൾ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ ഒന്നുമല്ല എന്ന് നമുക്ക് തോന്നും. കാരണം നമ്മളെക്കാളും അറിവും പക്വതയുമുള്ള ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. ഒരുപക്ഷെ മറ്റുള്ളവർ കാണാതെ വീടിൻ്റെ അകത്ത് മുറിക്കുള്ളിൽ മറ്റുള്ളവരാൽ അറിയപ്പെടാതെ ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ഒരു അമ്മച്ചിയുടെ അടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ അമ്മച്ചിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വചനങ്ങൾ അറിയാം. ഞാനൊരിക്കലും ഇവിടെ ജോലിക്കായിട്ട് കടന്നു വന്നതാണ്. ജോലിക്ക് കടന്നു വന്നപ്പോൾ അമ്മച്ചി എൻ്റെ അടുത്ത് സുവിശേഷം പറയാൻ വന്നു. അപ്പോൾ അമ്മച്ചി സുവിശേഷം പറയാൻ വന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇത്രയേറെ വചനങ്ങൾ, എനിക്കിതിൻ്റെ പകുതി പോലും എനിക്കറിയത്തില്ല. ഞാൻ വിചാരിച്ചു അമ്മച്ചി ഇത്ര അറിവുണ്ടായിട്ട്, ഇത്ര അറിവുള്ള ഒരു അമ്മച്ചി നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഞാൻ ഒന്നുമല്ലാത്ത ഒരു അവസ്ഥയായി പോകും. നമുക്കൊക്കെ പലപ്പോഴും ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അഹങ്കാരം കുറയ്ക്കുവാൻ, അഹംഭാവം മാറ്റുവാൻ വേണ്ടി നമ്മുടെ മുമ്പിലേക്ക് ദൈവം ഇട്ട് തരുന്ന ചില വിത്തുകളാണ് ഇവയെല്ലാം. ഈ അമ്മച്ചിയുടെ മുമ്പിൽ ഇരുന്ന് വെറും ശൂന്യമായി പോയ ഒരവസ്ഥയായിരുന്നു ആ സമയം. കാരണം ഇത്രയേറെ വചനങ്ങൾ പറയുന്ന, ഇത്രയേറെ പ്രാർത്ഥിക്കുന്ന ഒരമ്മച്ചി ആരും അറിയാതെ ഇങ്ങനെ ഒരു വീടിൻ്റെ അകത്ത് ദേവാലയത്തിൽ പോലും പോകാൻ സാധിക്കുന്നില്ല. അമ്മച്ചിക്ക് നടക്കാനൊന്നും വയ്യ, എടുത്തുകൊണ്ട് വേണം ദേവാലയത്തിൽ പോകണമെങ്കിൽ. എങ്കിലും വൈദികൻ ഇവരെ വന്ന് വിശുദ്ധ കുർബാനയെ കൊടുക്കും. വലിയ ആഗ്രഹമാണ് അമ്മച്ചിക്ക്. ഈ അമ്മച്ചിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മളൊക്കെ പലപ്പോഴും അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നിട്ട് പോലും പല കാര്യങ്ങളും നമുക്ക് അറിയാതെ പോകുന്നു. അറിയപ്പെടാതെ ഇങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടാകാം. അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും അവരെയൊക്കെ ബഹുമാനിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതാണ് ആ അമ്മച്ചി. അമ്മച്ചിക്ക് കുറേ വചനങ്ങൾ അറിയാം. നമ്മൾ പറയുന്നത് പോലെ ഒരു വചനം മാത്രമല്ല, അമ്മച്ചിക്ക് കുറേ വചനങ്ങൾ, ഒരു അധ്യായം മുഴുവനുമായിട്ടും അമ്മച്ചി ഇങ്ങനെ കാണാപ്പാടം പറഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴും പ്രാർത്ഥനയാണ്. എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് എന്നോട് ഇവിടെ വരെ വരണമെന്നും പ്രാർത്ഥിക്കാനുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ, മെസ്സേജുകളൊക്കെ അമ്മച്ചി ഇങ്ങനെ എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ ആ അമ്മച്ചിനെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 4 തുടങ്ങി 67 വചനങ്ങൾ പറയുന്നു. രാജാവായിരുന്ന കാലത്തു അതിയാടെ ഗണത്തിൽ സക്കറിയ എന്ന പുരോഹിതനുണ്ടായിരുന്നു. അവന്റെ പുത്രന്മാരിൽപ്പെട്ട ഏലിസബേത്തായിരുന്നു ഭാര്യ. അവർ ദൈവത്തിന്റെ മുമ്പിൽ നീതിനിശ്ചലം, കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റം അനുസരിക്കുന്നവരുമായിരുന്നു. അവർക്ക് മക്കളും ഉണ്ടായിരുന്നില്ല. ഏലിസബേത്ത് വന്ധ്യയായിരുന്നു. ഇരുവരും പ്രായം കഴിഞ്ഞതുമായിരുന്നു. തന്റെ ഗണത്തിൽ നിശ്ചയിക്കപ്പെട്ട ക്രമമനുസരിച്ച് ദൈവസന്നദ്ധിയെ ശുശ്രൂഷ നടത്തി വരവേ പൗരോഹികൾ ഇതുപ്രകാരം കർത്താവിന്റെ ആലയത്തിൽ ധൂപം സമർപ്പിക്കാൻ സക്കറിയായ്ക്ക് വീണു. ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന് വലതുവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു. അവനെ കണ്ട് സക്കറിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു. ദൂതൻ അവനോട് പറഞ്ഞു, സക്കറിയ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ ഏലിസബേത്ത് നിനക്കൊരു പുത്രൻ ജനിക്കും. നീ അന്ന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് ആനന്ദവും സംതൃപ്തിയുമുണ്ടാകും. അനേകർ അവന്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. വീഞ്ഞവും മറ്റ് ലഹരിപാനങ്ങളും അവൻ കുടിക്കുകയില്ല. അങ്ങയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇസ്രായേൽ മക്കളെ വളരെ പേരെ അവരെ ദൈവമായ കർത്താവിലേക്ക് തിരികെ കൊണ്ടുവരാനും പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും മനസ്സമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏരിയയിലെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിൻ്റെ മുൻപേ പോകും.
സക്കറിയ ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. ദൂതൻ മറുപടി പറഞ്ഞു, ഞാൻ ദിവസം എണ്ണിക്കുന്ന ഗബ്രിയേലാണ്. നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായ വാർത്ത നിന്നെ അറിയിക്കാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. യഥാകാലം എൻ്റെ വചനം അവിശ്വസിച്ചുകൊണ്ട് നീ മൂകനായിത്തീരും. ഇത് സംഭവിക്കുന്നവരെ നിനക്ക് സംസാരിക്കാൻ കഴിയില്ല. ജനം സക്കറിയയെ കാത്തു നിൽക്കുകയായിരുന്നു. വ്യാപാരത്തിന് വൈകുന്നതിനെപ്പറ്റി അവൾ അത്ഭുതപ്പെട്ടു. പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിക്കാൻ സക്കറിയയ്ക്ക് കഴിഞ്ഞില്ല. അവൻ ആംഗ്യം കാണിക്കുകയും ഉമ്മനായി കഴിയുകയും ചെയ്തു. തൻ്റെ ശുശ്രൂഷ സമയം പൂർത്തിയായപ്പോൾ അവൻ വീട്ടിലേക്ക് പോയി. തൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. 5 മാസത്തേക്ക് അവൾ മറ്റുള്ള മുൻപിൽ പ്രത്യക്ഷപ്പെടാതെ കഴിച്ചുകൂട്ടി. അവൾ പറഞ്ഞു, മനുഷ്യരുടെയും എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാശിച്ച് എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു. നമ്മുടെ കർത്താവായ നിശ്ചയിക്കു സ്തുതി. യേശുവിൻ്റെ ജനനം. 6-ാം മാസം ഗബ്രിയേൽ ഗലീലയ നസത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട യോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന കന്യയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയമെന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്തെന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വത്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ടപ്പോൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ വിവാഹത്തിൻ്റെ അർത്ഥമെന്ന് ചിന്തിച്ചു. ദൂതൻ മറുപടി പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. നീ ദിവസം നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. നീ യേശുവിൻ പേരിടണം. അവൻ വലിയവനായിരിക്കും. ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ വനത്തിന്മേൽ എന്നേക്കും ഭരണം നടത്തും. എൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകിയില്ല. മറിയം പറഞ്ഞു, ഇതങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവത്തെന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചർച്ചക്കാരിയായ വൃത്തിയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്തി എന്ന് പറഞ്ഞവർക്ക് ഇത് 6-ാം മാസമാണ്. ജീവിതത്തിനൊന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതകത്താൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവിടെ നിന്നും മറഞ്ഞു. ആ ദിവസങ്ങളിൽ മറിയം യൂദായിലെ മലമ്പ്രദേശത്തുള്ള പട്ടണത്തിൽ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്കറിയയുടെ വീട്ടിൽ പ്രവേശിച്ചു. എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മതത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്ത് ഹൃദയത്തിൽ ശിശു കുതിച്ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവിന് നിന്നവളായി. അവൾ ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹിയാണ്, നിന്റെ ഉദരഫലം അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുമ്പോൾ ഭാഗ്യം എനിക്ക് ഇവിടെ നിന്ന്. ഇതാ നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തെ സന്തോഷത്താൽ കുതിച്ചാടി. കർത്താവ് ഗീതകാരം നിറവേറുന്ന വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മൊത്തപ്പെടുത്തുന്നു. എൻ്റെ ചിത്രം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഒന്നതിൻ്റെ ദാസിയുടെ താഴ്മയെ കടാശിച്ചു. ഇപ്പോൾ മുതൽ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവനെ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അർത്ഥനാമം പരിശുദ്ധമാണ്. ഇവിടുത്തെ ഭക്തരനെ തലമുറ തോറും കന്നവശിക്കും. അവൻ തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവികാരത്തിൽ അങ്കരിക്കുന്നവരെ ചിതഴിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. എളിവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. നമ്മെ വെറുങ്കയോട് പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യമനുസരിച്ചുകൊണ്ട് അവൻ തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരെ അബ്രഹാത്തോടും എൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ മറിയം അവളുടെ കൂടെ 3 മാസം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എലിസബത്തിന് പ്രസവ സമയമായി. അവളൊരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് തന്നോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നത് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു. 8-ാം ദിവസം ശിശുവിൻ്റെ പരിശോധനത്തിന് വന്നു. പിതാവിൻ്റെ പേരനുസരിച്ച് സക്കറിയ എന്ന പേരിടാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ ശിശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, അത് യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. അവർ അവളോട് പറഞ്ഞു, നിന്റെ ബന്ധുക്കൾക്കാർക്കും ഈ പേരില്ലല്ലോ, പിന്നെ എന്ത് പേരിടാനാണ് അവൻ്റെ പിതാവ് ആഗ്രഹിക്കുന്നത്? അവർ ആംഗ്യം കാണിച്ചു അവനോട് ചോദിച്ചു. അവൻ ഒരു എഴുത്ത് പലക വരുത്തി. അതിലെഴുതി, യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര്. എല്ലാവരും അത്ഭുതപ്പെട്ടു. തക്ഷണം അവൻ്റെ വായ തുളക്കപ്പെട്ടു. നാവ് സ്വതന്ത്രമായി. അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. യൂദായിലെ മലനാട്ടിലെങ്ങും ഈ സംഗതികൾ സംസാര വിഷയമാകുകയും ചെയ്തു. കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരുമെന്ന് ചിന്തിച്ചു തുടങ്ങി. കർത്താവിൻ്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഇത്രയും വചനങ്ങൾ മുഴുവനും അമ്മച്ചി കാണാതെയാണ് കേട്ടോ ചൊല്ലിയത്. ഇതിൻ്റെ 2-3 വചനങ്ങൾ പോലും എനിക്കൊന്നും കാണാതെ അറിയത്തില്ല.
നമ്മളൊക്കെ പലപ്പോഴും ബൈബിള് വായിക്കുന്നുവെങ്കിലും ഇത്രയേറെ ഓർമ്മയിൽ നിൽക്കുവാൻ നമുക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അമ്മച്ചിക്ക് ഇത് മാത്രമല്ല, ഒരുപാട് വചനങ്ങൾ ഇതേപോലെ ഒരു അധ്യായം മുഴുവനും കാണാതെ പറയും. അമ്മച്ചി വേറെ ഏതാ വചനമുള്ളത്? യേശയ്യ 45:2 ഞാൻ നിനക്ക് മുമ്പ് പോയി മഴവൻ നെരുപ്പാക്കുകയും ഇത്തരവാദക തർക്കുകയും ഇരുമ്പോടാൻ വിളിക്കുകയും ചെയ്യും. നിന്നെ പേടി വിളിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഞാനാണെന്നറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും. എൻ്റെ ദാസനായ യാക്കോബിന് വേണ്ടി ഞാൻ നിന്നെ പേടി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയുന്നില്ലെങ്കിലും നിന്റെ എതിർത്തും നാമത്തെയും ഞാൻ നിന്നെ വിളിക്കുന്നു. ഞാനല്ലാതെ മറ്റൊരു കർത്താവില്ല, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നതിന് വേണ്ടി ഞാൻ നിന്റെ അരമുറുക്കും. കിഴക്കും പടിഞ്ഞാറുമുള്ള എല്ലാവരും ഞാനാണ് കർത്താവെന്നും ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നതിന് വേണ്ടി ഞാൻ വേണ്ടി തന്നെ ഞാൻ പ്രകാശമുണ്ടാക്കി. ഞാൻ അന്ധകാരം സൃഷ്ടിച്ചു, ഞാൻ സുഖദുഃഖമാകുന്നു. ഇതെല്ലാം ചെയ്ത കർത്താവ് ഞാൻ തന്നെ. സുഖങ്ങളെ മുകളിൽ നിന്നും പൊഴിക, ആകാശം നീതി വരിയട്ടെ, ഭൂമി തുറന്ന് രക്ഷമെടുപ്പിക്കട്ടെ, അങ്ങനെ നീതി സംജാതമാകട്ടെ. കർത്താവായ ഞാനാണിത് സൃഷ്ടിച്ചത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതിയും. യോഹന്നാന്റെ സുവിശേഷം 1:18-20 വചനങ്ങൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടുകൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടെ ഉണ്ടായിട്ടില്ല. അവന് ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ദൈവം മനുഷ്യരുണ്ടായിരുന്നു, അവന്റെ പേര് യോഹന്നാൻ എന്നാണ്. അവൻ സാക്ഷ്യത്തിനായി വന്നു, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ. അവൻ വഴിയിൽ എല്ലാവരും വിശ്വസിക്കാൻ. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ്. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ ലോകത്തിലായിരുന്നു. ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, എങ്കിലും ലോകം അതിനെ ആത്മീയ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു. എന്നാൽ അവർ അതിനെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തെ വിശ്വസിച്ചവർക്കെല്ലാം ദൈവം മക്കളാകുന്ന കഴിവ് നൽകി. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭ്യാസമെന്നോ പുരുഷന്റെ ഇച്ഛയൊന്നല്ല, ദൈവത്തിന്നത്തെ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അതിൻ്റെ മൊത്തം നമ്മൾ ദർശിച്ചു. ഹൃദയം സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റെതുമായ മുഖത്വം. യോഹന്നാനവന് സാക്ഷ്യം നയിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ വലിയവനാണ്, കാരണം എനിക്ക് മുമ്പ് തന്നെ അവനുണ്ടായിരുന്നു. അതിൻ്റെ പൂർണ്ണതയിൽ നിന്നും നാം എല്ലാവരും കൃതയ്ക്കുമേ കൃപ സ്വീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴിയിൽ നൽകപ്പെട്ടു, ഹൃദയവും സത്യവും ആകട്ടെ യേശു ക്രിസ്തു വഴിയുണ്ടായി. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയതും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. യോഹന്നാന്റെ സുവിശേഷം 7:37-38-39 വചനങ്ങൾ. ജീവജലത്തിന്റെ അരുവികൾ. തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റിൽ നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് പിടിക്കട്ടെ. എന്ന് വിശ്വസിക്കുന്ന ഹൃദയത്തോടെ വിശുദ്ധലിഖിതം പ്രസാദിക്കുന്ന പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. അന്നിത് പറഞ്ഞത് തന്നെ വിശ്വസിക്കാനിരിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതുവരെയും ആത്മാവും അകത്തിട്ടിട്ടില്ലായിരുന്നു. എന്തെന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. യോഹന്നാന്റെ സുവിശേഷം 3-3 ദിവസം ഗലീലയിൽ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുന്നുണ്ട്, എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. യഹൂദ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽപ്പരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവുകളുമായിരുന്നു. കരണ്ടികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ വെള്ളം ഇനി പകർന്ന കലവറക്കാരൻ്റെ അട്ടുകൊണ്ടിൽ കൊണ്ടിടുവേൻ അവൻ അവരോട് കൽപ്പിച്ചു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ വെള്ളം കലവറക്കാരൻ രുചിത്തു നോക്കി. അതെവിടെ നിന്നും അവൻ അറിഞ്ഞില്ല. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും നേരത്തെ നീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിഞ്ഞാൽ താഴ്ന്ന ചെലവും. എന്നാൽ ഈ നല്ല വീഞ്ഞ് സൂക്ഷിച്ചു വെച്ചിടോ. യേശു തൻ്റെ മൊത്തം പിടുത്തതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിൽ കാനായിൽ നടന്ന ഈ അത്ഭുതം. തൻ്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു.
ഇതിനുശേഷം അവൻ തൻ്റെ അമ്മയോടും സഹോദരന്മാരും ശിഷ്യന്മാരോടും കൂടെ കപർന്നൗമിലേക്ക് പോയി. അവിടെ ഏതാനും ദിവസം താമസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം. ഞാൻ പറഞ്ഞു, എൻ്റെ പിതാക്കന്മാരുടെ ദൈവമേ, കണ്ണാമനെ കർത്താവേ, അങ്ങ് വചനത്താൽ സകലവും സൃഷ്ടിച്ചു. ഞാൻ അത്താൽ മനുഷ്യനു രൂപം നൽകി സിദ്ധികളുടെ മേലാധിപത്യം വഹിക്കാനും ലോകത്തെ ശക്തിയിലും നീതിയിലും ഭരിക്കാനും ഹൃദയപരമാർത്ഥയോടെ വിധികൾ പ്രസ്താവിക്കാനുമാണല്ലോ അവിടുന്ന് അവനെ സൃഷ്ടിച്ചത്. അങ്ങയുടെ സിംഹാസനത്തിൽ നിന്നും എനിക്ക് ജ്ഞാനം നൽകണമേ. ഞാൻ അങ്ങയുടെ ദാസനും ദാസിതപുത്രനും ദുർഘടനും അത്പായസും നീതി നിയമങ്ങളിൽ അജ്ഞനുമാണ്. മനുഷ്യരെ മത്തി ഒരുവൻ പരിപൂർണെങ്കിലും അങ്ങിൽ നിന്നും വന്ന ജ്ഞാനമില്ലെങ്കിൽ അവനൊന്നുമല്ല. എന്നെ അങ്ങയുടെ ജനത്തിൻ്റെ രാജാവും അങ്ങയുടെ മക്കളുടെ വിധികർത്താവുമായി അവിടുന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നു. ആരംഭത്തിൽ അങ്ങൊരുക്കിയ വിശുദ്ധ കൂടാരത്തിന് മാതയിൽ അങ്ങയുടെ വിശുദ്ധ ഗിരിയിൽ ആലയവും ആവാസയിൽ ബലികളും പണിയാൻ അവിടുന്ന് എന്നോട് ആജ്ഞാപിച്ചു. അങ്ങേക്ക് പ്രസാദകരവും അങ്ങ് നിയമം അനുസരിച്ച് ശരിയായ കാര്യങ്ങൾ അറിയുന്ന ജ്ഞാനം അങ്ങയോടൊത്തു വാഴുന്നു. വിശുദ്ധ സൂക്കത്തിൽ നിന്നും അങ്ങയുടെ മൊത്തത്തിൻ്റെ സിംഹാസനത്തിൽ നിന്നും എനിക്ക് ജ്ഞാനത്തെ അയച്ചിരണമേ. അവിടെ എന്നോട് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അങ്ങയുടെ ഗീതം ഞാൻ മനസ്സിലാക്കട്ടെ. സകലതും അറിയുന്ന അവൾ എൻ്റെ പ്രവൃത്തികളെ എന്നെ ബുദ്ധിപൂർവ്വം നയിക്കും. തൻ്റെ മൊത്തത്താൽ അവരെന്നെ പരിപാലിക്കും. അപ്പോൾ എൻ്റെ പ്രവൃത്തികൾ സ്വീകാര്യമാകും. അങ്ങയുടെ ജനത്തെ ഞാൻ നീതിപൂർവ്വം വിധിക്കും. പിതാവിൻ്റെ സിംഹാസനം ഞാൻ യോഗ്യനാകും. കാരണം ദൈവശാസനം ആഗ്രഹിക്കാനാകും. കർത്താവിൻ്റെ ഗീതം തിരിച്ചറിയാൻ ആർക്ക് കഴിയും? മക്കളുടെ ആലോചന നിസാരമാണ്. ഞങ്ങളുടെ പദ്ധതികൾ പരാജയപ്പെടാം. നശ്വര ശരീരം ആത്മാനും ദുർവാഗമാണ്. ഈ കൽമൺ കൂടാരം ചിന്താശീലമുള്ള മനസ്സിനെ ഞെരുക്കുന്നു. ഭൂമിയിലെ കാര്യങ്ങൾ ഊഹിക്കുക ദുഷ്കരം. അടുത്തുള്ളത് പോലും അധ്വാനിച്ച് വേണം കണ്ടെത്താൻ. പിന്നെ ആകാശത്തുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ ആർക്ക് കഴിയും? ജ്ഞാനം ഭൂവാസിയുടെ പാതയെ നേരെയാക്കി അങ്ങേക്ക് പ്രസാദമുള്ളവരെ പഠിപ്പിച്ചു. അവരെ ശുഭയം ചെയ്തു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതിയും. 51-ാം സങ്കീർത്തനം. ദൈവം നിങ്ങളുടെ കാരുണ്യത്തിനൊത്തവനും എന്നോട് തോന്നണമേ. അങ്ങയുടെ കാരുണ്യാരകത്തിനൊത്ത എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. എൻ്റെ അകൃത്യം നിശേഷം കഴിക്കടണമേ. എൻ്റെ പാപത്തിന് എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. അങ്ങേക്കെതിരായി അങ്ങേക്ക് മാത്രം എതിരായി ഞാൻ പാപം ചെയ്തു പോയി. അങ്ങയുടെ സന്നദ്ധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. അതുകൊണ്ട് അങ്ങയുടെ വിധിനിർണ്ണയത്തിൽ അങ്ങ് നീതിയുക്തനാണ്. അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ്. പാപത്തോടെയാണ് ഞാൻ പിറന്നത്. അമ്മയുടെ ഉദയത്തിൽ വായുപ്പോഴേക്ക് ഞാൻ ഭാര്യയാണ്. ഹൃദയപരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. ആകയാൽ എൻ്റെ അന്തരംഗത്തെ ജ്ഞാനം പോരണമേ. ഈ സോപ്പ് കൊണ്ട് എന്നെ പൂർത്തീകരിക്കണമേ. ഞാൻ നിർമ്മലനാകും. എന്നെ കഴുകണമേ. ഞാൻ മഞ്ഞിനേക്കാൾ തന്നെ ഇളവനാകും. എന്നെ സന്തോഷഭരിതനാക്കണമേ. ഒന്നതാത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ. എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ. അമ്മയുടെ ഉദയത്തിൽ വായപ്പോഴേക്കും ഞാൻ പാതിയാണ്. ഹൃദയപരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. ആകയാൽ എൻ്റെ അന്തരംഗത്തെ ജ്ഞാനം വരണമേ. ഈ സോപ്പ് കൊണ്ട് പൂർത്തീകരിക്കണമേ. ഞാൻ നിർമ്മലനാകും. എന്നെ കഴുകണമേ. ഞാൻ മഞ്ഞിനേക്കാൾ ബന്ധമുള്ളവനാകും. എന്നെ സന്തോഷഭരിതനാക്കണമേ. ഒന്നതാത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ. എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നെ സിദ്ധിക്കണമേ. അചഞ്ചലമായ നവചൈതന്യം എന്നെ നിഷേധിക്കണമേ. അങ്ങയുടെ സന്നിധിനെ തടുക്കളയരുത്. അങ്ങയുടെ പരിശുദ്ധമാന്റെ എന്നിൽ നിന്നും എടുത്തുകളയരുത്. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം വീണ്ടും എനിക്ക് തരണമേ. ഒരുക്കമുള്ള ഹൃദയം നൽകിയെന്ന് താങ്ങണമേ. അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ പഠിപ്പിക്കും. പാതികൾ അങ്ങടേക്ക് തിരിച്ചു വരും. ദൈവമേ, എൻ്റെ രക്ഷയുടെ ദൈവമേ, രക്ഷപാതത്തിൽ നിന്നെ രക്ഷിക്കണമേ. അങ്ങയുടെ രക്ഷയെ ഞാൻ ഉച്ചത്തിൽ പ്രകീർത്തിക്കും. എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല. ഞാൻ ദഹനബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാകുന്നില്ല. ഉരിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. മുറിഞ്ഞ ഹൃദയത്തെ അളന്ന് ദർശിക്കുകയില്ല. അങ്ങ് പ്രസാദിച്ച് ശിവനെ നന്ദിടണമേ. ജെറുസലേമിന്റെ കോട്ടകൾ പുതുക്കിപ്പണിയണമേ. അപ്പോൾ നിർദ്ദിഷ്ട ബലികളിലും സമ്പൂർണ്ണ ദഹനബലികളിലും പ്രസാദിക്കും. അപ്പോൾ അങ്ങയുടെ ബലിയിടത്തിൽ കാളുകൾ അർപ്പിക്കപ്പെടും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വേറെ ഏതൊക്കെ ജനങ്ങൾ അറിയാം? 95, 96, 100, അസ്ഥിര താഴ്വര. അമ്മച്ചി ബൈബിൾ എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ട്? 3 പ്രാവശ്യം വായിച്ചു. 4ാം പ്രാവശ്യം വായിച്ചപ്പോഴാണ് കരോട്ടിൽ താഴേക്ക് വീഴാൻ തുടങ്ങിയപ്പം ഈശോയെ മാതാവേ എന്നെ ഇപ്പം ഞാൻ വയ്ക്കുമെന്ന് പറഞ്ഞപ്പോൾ പുറകോട്ട് വീണു. പുറത്ത് വീണ് കല്ലിൻ്റെ അടുക്കായി കാല് കല്ലിൻ്റെ അടുക്കായിട്ട് കാല് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പം ഞാൻ ചേട്ടനകത്ത് പറമ്പിൽ കറി വെക്കില്ല. കറി വെക്കാൻ വേണ്ടി എന്നെ വിളിച്ചത്. എന്നെ പരികുറ്റി കയറിപ്പോയി.
എന്നിട്ട് വിറകൊക്കെ പറ്റില്ല. എന്നാൽ അവിടെ നിന്ന് പണിക്കാണ് കൈ കണ്ട് ടാങ്കി പറ്റം ടാങ്കിൽ കൊണ്ടാണ് ടാങ്കിൽ കൈ പിടിച്ചപ്പോൾ തെറ്റിപ്പോയി കൈ മുമ്പോട്ട് പോന്നു. താഴേക്ക് പോയാൽ ഞാൻ ഈശോയും അതല്ലേ ഞാൻ എനിക്ക് മറ്റുമെന്ന് പറഞ്ഞപ്പോൾ പുറകോട്ട് വീണു. പുറകോട്ട് വന്നു കല്ലിൻ്റെ നടയുടെ അടുക്കാണ് കാല് കണ്ടു. അത് ഞാൻ കാല് വെച്ചപ്പോൾ 3 ബോൾ പോയെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അച്ഛത്തിൽ നിന്ന് ഓപ്പറേഷൻ ചെയ്യണ്ട, ഈ കാലും കൊണ്ട് നടക്കാൻ പറ്റൂല. എല്ലാ ഡോക്ടർമാരെയും ഡോക്ടർ പഠിച്ചവിടെ കാണിച്ചു. ഈ കാല് പറഞ്ഞിരിക്കാം, ഈ കാലം കൊണ്ട് എന്തൊക്കെ പണി ചെയ്യും? ഞാൻ പറഞ്ഞ് എല്ലാ പണിയും കിട്ടി ചെയ്യും ഡോക്ടറെ. ഞാൻ വെറുതെ കുത്തി കയറും, വെറുതെ ചുമന്നുകൊണ്ട് വരും, വെറുതെല്ലാം വാരി കുറ്റത്തിടും, കൊച്ചുങ്ങൾ വാരി വയ്ക്കും. അങ്ങനെ പറഞ്ഞു. അപ്പം എൻ്റെ മൂത്ത മോള് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണ്ട, ഓപ്പറേഷൻ ചെയ്യാൻ പറ്റി നടക്കില്ലെന്ന്. ഞാൻ എന്നാലും അവൾ പറഞ്ഞു ഡോക്ടറെ ഓപ്പറേഷൻ ചെയ്യും, ഓപ്പറേഷൻ ചെയ്യാൻ പറ്റി നടക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മച്ചി ഈ കാലം കൊണ്ടൊക്കെ പണി ചെയ്യും. ഞാൻ പറഞ്ഞു എല്ലാ പണിയും ചെയ്യും ഡോക്ടറെ, വെള്ളം തോന്നുകൊണ്ട് എല്ലാ പണിയും ചെയ്യും. നട കയറി 22 നട കയറണം വീട്ടിലേക്ക് വെള്ളം കൊണ്ട് വന്നേക്ക്. അപ്പം അങ്ങനെ പറഞ്ഞു. അപ്പം അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞത്. അത് ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാൻ. അപ്പം മോള് പറഞ്ഞു അമ്മച്ചി ഓപ്പറേഷൻ ചെയ്യണം, ഒരു വെള്ളിയാഴ്ച ഓപ്പറേഷൻ ചെയ്യുക. ഓപ്പറേഷൻ ചെയ്തിട്ട് അവിടെ കിടന്നു. വൈകുന്നേരം ആയപ്പം ഐ സിയിലേക്ക് മാറ്റി അവിടെ കിടന്നു. ഒരു ദിവസവും ഒരു പിറ്റേ ദിവസം 10 മണിയായപ്പോൾ വാർഡിൽ നിന്ന് ഐസിയിൽ ഇറങ്ങിയിട്ട് വാർഡിലേക്ക് വണ്ടി. എന്നാ തണുപ്പാ, ഐസിൻ്റെ തണുപ്പാ, എൻ്റെ പൊന്നു ഞാൻ വിറച്ചു പോയി. എന്നിട്ട് ഇതിൻ്റെ പുതപ്പൊക്കെ പറിച്ച് കിടന്നു. എന്നിട്ട് താഴേക്ക് അവിടെ നിന്ന് ഇറങ്ങി ഡോക്ടർ അത് ഞാൻ ബാഡിയിലാക്കി. നേരത്തെ ഞങ്ങൾക്കൊരു പഴയ വരിവുണ്ടായിരുന്നു, അത് കൊണ്ടുവന്ന് തന്നു. ഞാൻ എന്നിട്ട് അത് അവിടെ കിടന്നുകൊണ്ട് തന്നെ വായിച്ചപ്പം ലൂക്കാടെ സുവിശേഷം. അതിനെ എനിക്ക് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം പാട്ട് വരെ അറിയാമായിരുന്നു. പിന്നെ ഏശയ്യ 45 കണ്ടു, അതെനിക്കറിയാമായിരുന്നു. ഈശോയൻ മാതാവ് എന്നെ പഠിപ്പിച്ചു. എല്ലാം എൻ്റെ ഈശോയൻ മാതാവ് എന്നെ പഠിപ്പിച്ചത്. അതൊന്നും എനിക്ക് തന്നെ ഉണ്ടായിട്ടില്ല. ഈശോയൻ മാതാവ് എല്ലാം എന്നെ പഠിപ്പിച്ചു. ഒന്നുപോലും അറിയാതെ ഞാൻ ആദ്യമായിട്ട് എന്നെ കാലുപോലെ ഞാൻ ഇരിക്കുക. അടുത്ത വീട്ടിൽ ഞാൻ പണിയാൻ പോകും. ബൈബിളൊക്കെ വായിക്കോ? ഇപ്പൊ വായിക്കാറുണ്ടോ? കണ്ണു കാണാമോ? കണ്ണു കാണാം, ബൈബിൾ വായിക്കും. എന്നിട്ട് ആ ചേട്ടൻ ഞാൻ വീട് കെട്ടിയപ്പോൾ ചേട്ടൻ വന്ന് ചുമന്നുകൊണ്ട് പോകും. ചേട്ടൻ ചുമന്നുകൊണ്ട് പോകും. ആ ചേച്ചിയാണ് എന്നെ ആദ്യമായിട്ട് പുറത്തേക്ക് കൊണ്ടുപോയി വചനം നേരി വന്നോ വചനം അവിടെ വചനം പറയുന്നുണ്ട്. അപ്പം ചേച്ചി ഞാനും വരാം. ഒരു ശനിയാഴ്ച ദിവസമാണ് അവിടെ വചനം പറയാം. അപ്പം 5-ാം ദിവസം ഞാനും വചനം വെക്കാൻ പോയി. അപ്പം ഞാൻ ഈശോയെ ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ പൈസ ഇല്ല, വണ്ടിക്കുള്ളിൽ പൈസ ഇല്ല, ഇവിടെ വരാൻ പൈസ ഇല്ലാതിരിക്കുക. ഈശോയും മാതാവ് ഞങ്ങളെ പള്ളിയിലും ഒരു ധ്യാനം ഉണ്ടാകട്ടെ ഈശോയും മാതാവേ എന്ന് പറഞ്ഞു. അപ്പം 93-ലാണ് കാരക്കുന്നത്ത് ധ്യാനം തുടങ്ങിയത്. അമ്മച്ചി കുറെ പക്ഷികളുടെ കാര്യം പറഞ്ഞാണല്ലോ. അത് അല്ലേ ഞാൻ രാത്രി ഇങ്ങനെ പുറകെ കിടക്കും. അപ്പം ഈശോയുടെ ഇങ്ങനെ സ്വപ്നം കാണുമ്പോൾ അപ്പം ഈശോ അതിന് ഒരു പക്ഷിയുടെ ഒരു മുറിയിലേക്ക് പറഞ്ഞു. അപ്പം ഈശോ ഒരു മുറിയിനകത്ത് പക്ഷികൾ വന്നു. അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോയെ എൻ്റെ വീട് നിറച്ചും പക്ഷികൾ വരത്തി ഈശോയെ എന്ന് പറഞ്ഞു. അപ്പം ഈ നേരം വന്നപ്പം കണ്ണൂർ പക്ഷി വന്നു. അപ്പം എനിക്ക് വേണ്ട ഒരു ആശയമില്ല. എനിക്ക് ഈശോ വേണ്ട. പല മതക്കാർക്കും വേണ്ടി പ്രാർത്ഥിക്കാനോ കർത്താവ് കാണിച്ചെന്നു എൻ്റെ മനസ്സിലൊരു തോന്നല്. അപ്പം ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ പേര് എന്നൊരു അച്ഛനുണ്ട്, ജെയിംസ് കാര്യമുന്നേൽ അച്ഛൻ. ആ അച്ഛനും ഉമ്മണി അച്ഛന്മാർ വൈദികരെല്ലാം ഒരു ജോലി നിറച്ചും താഴേക്ക് വന്നിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് വന്ന് നിർത്തി വണ്ടി വെച്ച് ആ അച്ഛൻ ജെയിംസ് കാര്യമുന്നേൽ അച്ഛൻ വീട്ടിലേക്ക് കയറി വന്നു. മറ്റുള്ള അച്ഛന്മാരൊന്നും കണ്ടില്ല, കണ്ടില്ല. അപ്പം എനിക്കത് മനസ്സിലായി ഈ വൈദ്യർക്ക് വേണ്ടി സന്യസ്തർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നത്. പിന്നെ കാരക്കുന്നച്ച് വെച്ച് ഞാൻ സ്വപ്നം കാണുക. ഒരു 5-8 മാസമായി ഇങ്ങനെ കാണുക. മരിച്ചുപോയ എല്ലാ മെത്രാന്മാർക്കും വൈദികർക്കും സന്യസ്തർക്കും സന്യസ്ത സഭകൾക്കും വൈദികൾ വിത്താൾക്കൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി സ്ക്രീനിൽ കാണിക്കുമ്പോൾ എനിക്ക് കാണിച്ചു തരുക. അപ്പം ഞാൻ
അപ്പോൾ അന്ന് പഠിക്കും വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം അത് മരിച്ചുപോയ വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല. അപ്പം അങ്ങനെ ചോദിച്ചപ്പം ഇപ്പം ഞാൻ എല്ലാ ദിവസവും വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, മരിച്ചുപോയവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കും. ധ്യാനം കഴിഞ്ഞില്ല, അതിന് മുമ്പ് അവിടെ പ്രാർത്ഥന ഉണ്ട്, പ്രാർത്ഥന ഗ്രൂപ്പുണ്ട്, അവിടെ പോയി പ്രാർത്ഥിച്ചില്ല. വചനം കേൾക്കാനായിട്ട് ഇരിക്കും, ബൈബിൾ വചനം പറയാനൊക്കെ ഞാൻ എഴുതിയിരിക്കും ബുക്കും ബൈബിളും ബുക്കും കൊണ്ടുപോയി പേനയും കൊണ്ടുപോകും. അന്നത്തെ എല്ലാം എഴുതിയിട്ടു ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് പഠിക്കും. അമ്മച്ചിയോട് വചനം പറയാൻ പറഞ്ഞ ബൈബിൾ മൊത്തം അമ്മച്ചി ഇങ്ങനെ പറയും. അമ്മച്ചിയുടെ അടുത്ത് ഇങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അമ്മച്ചിക്ക് സുവിശേഷം പറയണത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അമ്മച്ചി എങ്ങും പുറത്തേക്ക് എങ്ങും പോകുന്നില്ല, ഈ മുറിക്കകത്ത് തന്നെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഇവിടെ വരുന്നവരോട് സുവിശേഷം പറയും. അങ്ങനെയാണ് ഞാനിവിടെ ജോലിക്കായിട്ട് വന്നപ്പോൾ എന്നോട് ഇങ്ങനെ സുവിശേഷം പറയുക. സുവിശേഷം പറഞ്ഞപ്പോഴേക്കും ഞാൻ അത്ഭുതപ്പെട്ടു, ഇത്രയൊക്കെ വചനങ്ങൾ ഈ അമ്മച്ചിക്ക് ഇങ്ങനെ അറിയാമെന്ന്. നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ പലപ്പോഴും നമ്മുടെയൊക്കെ വീടിൻ്റെ അകത്തളത്തിൽ ആരും അറിയാത്ത ഇതുപോലെയുള്ള അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഒക്കെ ഉണ്ടാകും. അമ്മച്ചി എപ്പോഴും ഇങ്ങനെ ഒരു ജവമാലയം പിടിച്ചുകൊണ്ട് എപ്പോഴും ഈ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അമ്മച്ചി എന്തെങ്കിലും ആവശ്യത്തിന് ആരെങ്കിലും പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ചിലപ്പോൾ വിളിക്കുമ്പോൾ അമ്മച്ചി അവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കും. അപ്പൊ അമ്മച്ചി ഇങ്ങനെ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും രോഗസൗഖ്യങ്ങളോ അത്ഭുതങ്ങളോ? ഒരു മുസ്ലിം ചെറുക്കൻ, മുസ്ലിം ഞാൻ പണിയുടെ വീട്ടിലാണ്. ആ മുസ്ലിം കൊച്ചിനെ അങ്ങനെ വയറ്റിൽ ഇങ്ങനെ അൾസറിൻ്റെ രോഗമാണ്, ഈ അൾസർ. അപ്പം വേദന കട്ടിലൊന്നും തൊടാൻ പാടില്ല. ഞാൻ എന്നിട്ട് ഒരു ദിവസം വെള്ളിയാഴ്ച വൈദ്യുതി തട്ടിക്കൊണ്ട് ഞാൻ അവിടെ പോയി, അത് നോക്കണില്ല, മറന്നുപോയി, മറന്നുപോയി. എന്നിട്ട് ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു. എന്നാൽ ആ കൊച്ചു വന്ന് അത് കട്ടിൽ തൊടേ ഞാൻ നീങ്ങിന്നു പ്രാർത്ഥിച്ച് ഞാൻ കൊച്ചിന് സൗഖ്യം കിട്ടി, രോഗസൗഖ്യം കിട്ടി, സുഖപ്പെട്ടു. തിങ്കളാഴ്ച ഓപ്പറേഷൻ ചെയ്തെന്ന് ഓപ്പറേഷൻ ചെയ്തില്ല, അത് വീട്ടിലേക്ക് പോന്നു. ഓപ്പറേഷൻ ചെയ്യാതെ കർത്താവ് സുഖപ്പെടുത്തിയ കൊച്ചിനെ. ഒരു മുസ്ലിം കൊച്ച. ഞാനിപ്പോൾ മുസ്ലിങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു പറഞ്ഞു. അപ്പോൾ പ്രാർത്ഥിക്കും ഇങ്ങനെ എൻ്റെ അയൽവക്കത്തോടൊക്കെ വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. വൈദ്യർക്ക് എൻ്റെ ഇടവകയിലുള്ള എല്ലാവർക്കും, സഹോദരങ്ങൾ, ബന്ധുമിത്രങ്ങൾ, അയൽവാസികൾ, ഇടവകയിലുള്ളവർക്കും, ലോകം മുഴുവൻ എല്ലാവരും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ദിവസവും ഞാൻ എന്നും പ്രാർത്ഥിക്കും. ബൈബിളിൽ ജപമാലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കും. 95 സങ്കീർത്തനം. വരുവിൻ നമുക്ക് കത്താനോ സ്വത്തന്മാർ ലഭിക്കാം, നമ്മുടെ ശരിയെ സന്തോഷപൂർവ്വം പാടിപ്പുകത്താം. കൃതജ്ഞാസ്വത്തത്തോടെ അവിടുത്തെ സന്നദ്ധി ചെല്ലാം, ആനന്ദത്തോടെ ശുദ്ധിഗതങ്ങൾ ആലപിക്കാം. എന്നാൽ കർത്താവ് ഉന്നതനായ ദൈവമാണ്, എല്ലാ ദേവന്മാർക്കും അധികനായ രാജാവാണ്. ഭൂമിയിലകാതലങ്ങൾ അവിടുത്തെ കയ്യിലാണ്, പർവ്വതശൃംഗങ്ങളും അവിടുത്തേതാണ്, സമുദ്രം അവിടുത്തേതാണ്, അവിടെ നിന്നാണത് നിർമ്മിച്ചതും. ഉണങ്ങിയ കരയെയും അവിടെ നിന്നാണ് മെനയെടുത്തത്. വരുവിൻ നമുക്ക് മുമ്പിട്ട് ആരാധിക്കാം, നമ്മെ സൃഷ്ടിച്ച കർത്താൻ്റെ മുൻപിൽ മുട്ടുകുത്താം. എന്തെന്നാൽ അവിടെ നിന്നാണ് നമ്മുടെ ദൈവം. ഇന്ന് നിങ്ങൾ അവൻ്റെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ മെരിവായും മരുഭൂമിയും ആശ്രയിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അന്ന് നിങ്ങളുടെ പിതാക്കന്മാരെന്നെ പരീക്ഷിച്ചു, എൻ്റെ പ്രവൃത്തി കണ്ടിട്ടും അതെന്നെ പരീക്ഷിച്ചു. 40 സംവത്സരം ആ തലമുറയൊഴിക്ക് നീരസം തോന്നി, വടിവിലക്കുന്ന ഹൃദയത്തോടുകൂടിയ ജനമടിന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ലെന്ന് ക്രോധത്തോടെ ഞാൻ പ്രതികാരം ചെയ്തു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കു സ്തുതി. 96 സങ്കീർത്തനം. കർത്താവിനൊരു പുതിയ കീർത്തനം ആലപിക്കുവിൻ, ഭൂമി മുഴുവൻ കർത്താവിനെ പാടി സ്തുതിക്കട്ടെ. കർത്താവിനെ പാടി പുകഴ്ത്തുവിൻ, അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ, അവിടുത്തെ രക്ഷയെ പ്രതീനം വികസിക്കുവിൻ. ജനതകളിൽ അവിടുത്തെ മഹത്വം ഘോഷിക്കുവിൻ, ജനതകളിൽ അവിടുത്തെ ജനപദങ്ങളിൽ അത്ഭുത പ്രവൃത്തി വർണ്ണിക്കുവിൻ. എന്തെന്നാൽ കർത്താവ് ഉന്നതനായ ദൈവമാണ്, എല്ലാ ദേവന്മാർക്കും അധികനായ രാജാവാണ്. ഭൂമിയുടെ അകതലങ്ങളത്തെ കയ്യിലാണ്, ജനതകളെ ദേവന്മാർ വിഗ്രഹം മാത്രം. എന്ന കർത്താവ് ആകാശത്തിൻ്റെ സിത്താവാണ്, ഭൂമിയുടെ അകതലങ്ങളത്തെ കയ്യിലാണ്, പർവ്വതശൃംഗങ്ങളും അവിടുത്തേതാണ്, സമുദ്രം അവിടുത്തേതാണ്, അവിടെ നിന്നാണ് നിർമ്മിച്ചതും. ഉണങ്ങിയ കരയെയും അവിടെ നിന്നാണ് മെനയെടുത്തത്. അത്തിയുടെ താഴ്വര. കർത്താവിൻ്റെ കരം എൻ്റെ നീർ വന്നു, അവൻ തൻ്റെ ആത്മാനെ നയിച്ചു. അത്തി ഒന്നാണ് താഴ്വരയിൽ, അവിടെ നിന്ന് എന്നെ കൊണ്ടുവന്നെത്തി, അവിടെ നിന്ന് എന്നെ അവയുടെ ചുറ്റും നടത്തി. അവ വളരെയേറെ ഉണ്ടായിരുന്നു, അവ ഉണങ്ങി വരേണ്ടിയിരുന്നു. അവിടെ എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അത്തിയൊക്കെ ജീവിക്കാനാകുമോ? ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, അങ്ങേക്കറിയാമല്ലോ. അവൻ എന്നോടായി ചെയ്തു, മനുഷ്യപുത്ര, വരേണ്ട അസ്ഥികളെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുകയെന്ന് അവയോട് പറയുക. ദൈവമായ കർത്താവ് ഈ അത്തോട് ചെയ്തു, ഞാൻ നിങ്ങളിൽ പ്രാണൻ നിരീക്ഷിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് പിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പുതുകയും നിങ്ങളിൽ പ്രാണൻ നിരീക്ഷിപ്പിക്കുകയും ചെയ്യും. അവിടെ അരിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. അതാ ഒരു ശബ്ദം, ഒരു കിരീടമായ ശബ്ദം വേർവിട്ടുപോയി അത്യന്തം ചേർന്നു. ഞാൻ നോക്കിയപ്പോൾ ഞരമ്പും മാംസവും അവിടെ മേൽ വന്നു നിന്നിരുന്നു.
ചർമ്മം അവയെ പൊതിഞ്ഞിരുന്നു. എന്നാൽ അവയ്ക്ക് പ്രാണനുണ്ടായിരുന്നില്ല. അവിടെ നിന്നോട് ചെയ്തു മനുഷ്യഭർത്താവ് ജീവശാസ്ത്രത്തോട് പറയുക, ദൈവമായ കർത്താവ് ചെയ്യുന്നു. ജീവശാസ്ത്രനെ നീ 4 വായ്ക്കളിൽ നിന്നും വന്ന് ഈ നീളന്മാരെ നേർ വീശുക, അവർക്ക് ജീവനുണ്ടാകട്ടെ. അവിടെ ചെയ്തപോലെ ഞാൻ പ്രവചിച്ചു. അപ്പോൾ ജീവശ്വാസം അതിൽ പ്രവേശിച്ചു, അവർ ജീവൻ പ്രാപിച്ചു. വളരെ വലിയ സൈന്യം പോലെ എഴുന്നേറ്റ് നിന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അമ്മച്ചിക്ക് ഇങ്ങനെ നടക്കാൻ പറ്റാതെ വരുമ്പോൾ വേദനകളൊക്കെ ഉണ്ടാകുമ്പോൾ സങ്കടങ്ങളൊക്കെ ഉണ്ടോ അമ്മച്ചിക്ക്? ദുഃഖങ്ങളൊക്കെ ഉണ്ടോ? അത് സന്തോഷമാണോ എപ്പോഴും? സന്തോഷവും കുറച്ച് സന്തോഷം ഉണ്ടാവും. ചിലപ്പം കുഞ്ഞു കൊച്ചുങ്ങൾ വരുമ്പം സന്തോഷം. ചിലപ്പോൾ ഇങ്ങനെ വേദന നടക്കുമ്പോൾ എൻ്റെ ഈശോയും മാതാവേദി ഈശോയും മാതാവ് പഠിപ്പിച്ച പാട്ടാട്ടത്. ഈശോയും മാതാവെ രക്ഷിക്കണേ, വീരാതെ കാക്കണേ രക്ഷിക്കണേ, ഈശോയും മാതാവെ രക്ഷിക്കണേ, വീരാതെ കാക്കണേ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കും ഞാൻ. അങ്ങനെ കൂടെ ഇങ്ങനെ ഇതിനെ തരിക്കത്തിൽ നിന്ന് ആൾക്കോട്ട് ഇവിടെ നിന്ന് ഇറങ്ങാനൊക്കെ പാടാം. എനിക്ക് തരിക്കത്തിൽ ഇച്ചിട്ട് പൊക്കം ഉണ്ടാകണേ, ഇറങ്ങാനും പാടാം, ആൾക്കളെ പോകാനൊക്കെ പാടാം. ബാത്റൂം പോകുന്ന ഒട്ടും പാട് ബാത്റൂം പോകാൻ ബാത്റൂം തരിക്കാത്താണെങ്കിൽ എനിക്ക് പോകാൻ പാടില്ലാത്ത അവസ്ഥയാണ്. ഈശോയോട് ദേഷ്യം തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ഞാൻ ഒരിക്കലും ഞാൻ കാർക്കൊണ്ട് രാത്രി അപ്പം ഞാൻ ഒരിക്കലും ഞാൻ ഈശോയെ ഇട്ടിട്ട് പോകില്ല. ഇന്ന് മരിച്ചാലും ഞാൻ ഈശോ ഇട്ടിട്ട് പോകില്ല എന്ന് പറയും. അപ്പോൾ ഈശോ ഇട്ടിട്ട് ഞാൻ പോയിട്ടില്ല. ഈശോനെ കൂടെ പിടിച്ചാൽ നടക്കണേ. എപ്പോഴും ഈശോയുടെ കൂടെ നടക്കുന്ന ഈ അമ്മച്ചിയോട് കൂടെ നമുക്കും പ്രാർത്ഥിക്കാം. ഇത്രയേറെ വചനം പറയുന്ന, ഇത്രയേറെ വചനങ്ങൾ കാണാപ്പാടം ഒരു അധ്യായം മുഴുവൻ ഈ അമ്മച്ചിക്ക് ഒരുപാട് പറയാനുണ്ട്. എങ്കിലും അമ്മച്ചിക്ക് ഒത്തിരി കാര്യങ്ങൾ, ഒരുപാട് വചനങ്ങൾ പറയാൻ ആഗ്രഹമുണ്ട്. അമ്മച്ചിയുടെ അടുത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ അമ്മച്ചി ഇങ്ങനെ ഒരുപാട് വചനങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇന്നത്തെ ദിവസം ഈ അമ്മച്ചിയുടെ കൂടെ വരാൻ കർത്താവ് ഇടയാക്കിയതാണ്. എല്ലാവരും അറിയട്ടെ, പ്രാർത്ഥിക്കട്ടെ, എല്ലാവരും അമ്മച്ചിയെ അറിയട്ടെ. ഇതുപോലെയുള്ള വീടുകളിൻ്റെ അകത്തളത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അമ്മച്ചിമാരെയൊക്കെ ഈശോ സമത്വം അനുഗ്രഹിക്കട്ടെ. അമ്മച്ചി അപ്പം എനിക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അമ്മച്ചി ഇപ്പം എനിക്ക് വേണ്ടിയിട്ട് എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ഞാൻ ഈ പുറത്ത് മിഷനൊക്കെ പോകുമ്പോഴേക്കും അമ്മച്ചി എപ്പോഴും വിളിക്കും. ഞാൻ പുറത്താവുമ്പോൾ തന്നെ അമ്മച്ചി എന്നെ വിളിക്കും. എന്നിട്ട് അമ്മച്ചി പ്രാർത്ഥിക്കുന്ന കാര്യം പറയും, ഓരോ കാര്യങ്ങളിങ്ങനെ പറയും. ഹല്ലേലൂയ. സങ്കീർത്തനം 34:1 കർത്താവിന്റെ നാമം എപ്പോഴും നിന്റെ അതിർത്തിലുണ്ടായിരിക്കും. സങ്കീർത്തനം 34:4 ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരം അരുളി, സർവ്വ ഭയങ്ങളിൽ നിന്ന് അവിടുന്ന് രക്ഷിക്കുകയും ചെയ്തു. സങ്കീർത്തനം 34:5 അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ രക്ഷിതരാകുകയില്ല. സങ്കീർത്തനം 34:6 ഈ ഒടിവൻ നെടുവെച്ചു കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്നും അവരെ രക്ഷിക്കുകയും ചെയ്തു. സങ്കീർത്തനം 34:7 കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരെ ചുറ്റും പാളയമടിച്ചവരെ സന്ദർശിക്കുന്നു. സങ്കീർത്തനം 34:8 കർത്താവത്തെ നല്ലതിനെ രുചിച്ചറിവീൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. സങ്കീർത്തനം 34:9 കർത്താവിന്റെ വിശുദ്ധരെ അവിടുത്തെ ഭയപ്പെടുവീൻ, അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. സങ്കീർത്തനം 34:10 സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു പടിഞ്ഞേക്കാം, കർത്താവിൽ ആശ്രയിക്കുന്ന ഒന്നിനും കുറവുണ്ടാകില്ല. സങ്കീർത്തനം 34:18 ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സന്നിധത്തനാണ്, മനമുരിയവരെ അവൻ നിരീക്ഷിക്കുന്നു. യെരമ്യാ 33:3 എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് മറുപടി നൽകും, നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങളും ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. യോശുവ 1:7 ശക്തനും ധീരനുമായിരിക്കുക, നിന്റെ ദൈവമകത്താവ് നീ പോകുന്നിടത്ത് താൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. യോനാ 2:9 കർത്താവിൽ നിന്നാണ് രക്ഷ. തോബീത്ത് 3:4 അങ്ങയുടെ ഗീതം നോക്കണം, അവിടെ ഒരിക്കലും വേദിപ്പിച്ചത്. യോശുവ 1:7 ശക്തനും ധീരമായിരിക്കുക, നിന്റെ ദൈവമകത്താൽ നീ പോകുന്നത് നിന്നോടുകൂടെ ആയിരിക്കും. സുഭാഷിതം 16:1 മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യും, അന്തിമ ചെയ്യാവുന്ന തീരുമാനം കർത്താവിന്റെ. സുഭാഷിതം 16:3 നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. അമ്മച്ചി ഒരു വിശുദ്ധിയായിട്ട് ജീവിക്കുന്ന അമ്മച്ചിയാണ്. എപ്പോഴും പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, എപ്പോഴും പ്രാർത്ഥനയായിട്ട് ജീവിക്കുന്ന അമ്മച്ചി. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന അഹങ്കാരവും അഹംഭാവവും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ആളുകളെ ഉണ്ട് എന്ന് നമുക്ക് പരിഗണിക്കാം. അവരെ നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരാം. നമുക്ക് നമ്മുടെ ജീവിതം വിശുദ്ധിയുള്ള ജീവിതമാക്കി നമുക്ക് മാറ്റാം. ഹല്ലേലൂയ. ഈ അമ്മച്ചിയെ പോലെ വചനം പഠിക്കുവാനും വചനം ഹൃദയസ്ഥമാക്കുവാനും ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും ഈശോയോടൊത്ത് പ്രാർത്ഥിക്കുവാനും നമുക്കും പരിശ്രമിക്കാം. കർത്താവ് നിങ്ങളെ സമർത്ഥം അനുഗ്രഹിക്കട്ടെ. ശക്തി പകർന്നിടനേ
അവിടുത്തെകളെ ഞങ്ങൾക്ക് ആദേശമെന്ന് കത്താതെ അങ്ങറിയുന്നു. അവിടുത്തെകളെ ഞങ്ങൾക്ക് ആദേശമെന്ന് കത്താതെ അങ്ങറിയുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്നപ്പോൾ ആത്മാവേ അധികതലം തരണേ. ആദിയിലെന്നപ്പോൾ ആത്മാവേ അധികതലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ലോകത്തിൻ മുഖം തിട്ടോടിടുവാൻ ഞങ്ങൾ സാത്താൻ്റെ ശക്തിയെ ജയിച്ചിടുവാൻ. ലോകത്തിൻ മുഖം തിട്ടോടിടുവാൻ ഞങ്ങൾ സാത്താൻ്റെ ശക്തിയെ ജയിച്ചിടുവാൻ. ധീരതയോടെ നിസേവ ചെയ്യാൻ അഭിഷേകം ചെയ്തിടണേ. ധീരതയോടെ നിസേവ ചെയ്യാൻ അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. കൃപകളും വരങ്ങളും ധരിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരുന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ധരിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരുന്നി വളർന്നിടുവാൻ. വെൺമഴയെ വീണ്ടും മയക്കണമേ നെഞ്ചനമുണർന്നിടുവാൻ. വെൺമഴയെ വീണ്ടും മയക്കണമേ നെഞ്ചനമുണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.